അന്ന് ഞാൻ പറഞ്ഞിരുന്നു ലൈക്ക് അതെല്ലാം എൻ്റെ വിഷനി വരുന്നതാണ്. ഞാനിതൊന്നും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെറൈറ്റി പേരിടണമെന്ന് നിശ്ചയിക്കുന്നതോ ഒന്നുമല്ല. എനിക്കെല്ലാം തോട്ടാണ്. നമ്മുടെ ആ ഒരു തോട്ടിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ അങ്ങ് പോവുകയാണ്. അപ്പം നമ്മുടെ വിശ്വാസത്തിൽ എന്നിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അതിലൂടെ വരുന്നതെല്ലാം അങ്ങനെ ആയിരിക്കുമെന്ന് നമ്മളങ്ങ് കരുതുകയാണ്. അതിലാണ് നമ്മുടെ ഒരു യാത്ര. ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടി അത് ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ജനിച്ചപ്പോൾ മാത്രമാണ് അറിഞ്ഞത്. അപ്പം അപ്പോഴും എനിക്ക് വന്ന പേര് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യവും ഇടാൻ തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആണാണേലും പെണ്ണാണേലും ആ പേര് തന്നെ അത് വരത്തുള്ളായിരുന്നു. കാരണം അത് ദേവിക്ക് മാത്രമേ അറിയാം. മഹാദേവ് എന്നുള്ള പേര് മാഷ ഫസ്റ്റ് നമ്മൾ കല്യാണം കഴിഞ്ഞ നമ്പുവിൻ്റെ കുട്ടിക്ക് പത്മജ എന്നുള്ള പേര് നമ്മൾ മാഷിനെ ആഗ്രഹിച്ച് പറഞ്ഞല്ല, എന്നിലേക്ക് ആ പേര് വന്നു. എനിക്ക് ഞാനൊന്ന് കല്യാണം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്നതുകൊണ്ടും എൻ്റെ പെങ്ങൾ കല്യാണം കഴിച്ച ഒരു കുട്ടി ആയതുകൊണ്ടും അവൾ എന്നോട് സജഷൻ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ ഈ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു വേറെ ഏതെങ്കിലും. ഞാൻ എനിക്കൊരു പേര് കിട്ടിയല്ലോ, ഇനി എനിക്ക് വേറൊരു പേരിന് വേണ്ടി അലയാൻ പറ്റത്തില്ല, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പേര് ചൂസ്. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് മുന്നേ തന്നെ എനിക്ക് ആത്മജ എന്നുള്ള പേര് ഭയങ്കര ഫെമിലിയർ ആയിരുന്നു. മാഷ് പറഞ്ഞു പിന്നെ മഹാദേവി പറഞ്ഞ മാതിരി വന്നതാണ് നമ്മൾ ആത്മജന്റെ കാലമായിട്ട്. അതെ, അത് വന്നത് തന്നെ നമ്മുടെ വന്ന അവതാരകയുടെ പേരെന്താ? കെന്നി അല്ലേ? കെന്നി. അതെ, കെന്നിയാണ് എന്നെ അഭിസംബോധന ചെയ്തത്. വിജയ് മഹാദേവ് എന്നും പറഞ്ഞ് എന്നെ ആദ്യമായിട്ട് ഒരാളെൻ്റെ ജീവിതത്തിൽ എന്നെ ആദ്യമായിട്ടാണ് എൻ്റെ മാധവ് മാറ്റി മഹാദേവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ തന്നെ എനിക്കതൊരു ക്ലിക്കായിട്ട് തോന്നി. ഞാനതെടുത്ത് ആത്മജയുടെ കൂടെ എൻ്റെ കണ്ണിൽ എനിക്ക് ചില തോന്നലുകൾ, എൻ്റെ കാതിൽ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ചില ഫീലിങ്ങുകൾ, ഇതിലൂടെയാണ് എൻ്റെ യാത്ര. അതല്ലാതെ ഞാൻ ഒന്നും ദൂരെ നിന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരും അങ്ങനെയൊന്നുമില്ല. എന്നിലേക്ക് ഇങ്ങനെ വരും. ആ വരുന്നതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും ശക്തിയോട്. അതായത് ഇപ്പം അതും മാറ്റി എനിക്ക് കഴിഞ്ഞ ദിവസം ഈ ദേവിയുടെ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് എനിക്ക് വന്ന ഒരു ബെൽ കേട്ടോ, ഇതുവരെ കേൾക്കാതൊരു ശബ്ദം കേട്ടില്ലേ? അപ്പോൾ വന്നതായിട്ട് കിടക്കുമ്പോൾ എനിക്ക് വന്ന വാക്കാണ്. ഞാൻ സാധാരണ പറയാറുള്ള വാക്ക് എന്താണ് നല്ലത് അത് സംഭവിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ലത് സംഭവിക്കട്ടെ, അത് ആർക്കാണെങ്കിലും നമുക്കറിയത്തില്ല എന്താണ് നല്ലതെന്ന്. പക്ഷേ ഇത് പെട്ടെന്ന് ഞാൻ അന്നേരം പറഞ്ഞ വാക്കെന്ന് പറയുന്നത് നമുക്ക് നല്ലത് മാത്രം, അല്ലെങ്കിൽ നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ, അങ്ങനെയല്ല പറഞ്ഞത്. അതെ, അപ്പം ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ വളരെ പൈശാചികവും മൃഗീയവും ഒക്കെ തോന്നാം. ഈ ഡെലിവറിക്ക് മുന്നെയാണ് താങ്കൾ എന്നോട് ഈ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് ഇങ്ങനെ ഒരു കുട്ടി വരികയാണെങ്കിൽ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇന്ന പേര്. അപ്പം ഞാൻ ഈ അടുത്ത് എപ്പോൾ വിചാരിച്ചത് ഈ പേരിൻ്റെ പ്രശ്നങ്ങൾ വന്നില്ലേ, ലൈക്ക് എല്ലാവരും ഇങ്ങനെ ആത്മജ മഹാദേവ് എന്നുള്ള പേര് ഭയങ്കര പ്രശ്നമായിട്ട് പറഞ്ഞപ്പം ആയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നത്തിലൂടെ ആയിരിക്കില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരുണ്ട്. ആ പേരിലൂടെ ആ പേരിന് എന്തൊക്കെ പവറുകളുണ്ടോ അതിൻ്റെ ഒരു 0.0001% ഗുണം ഈ പേരിട്ടുന്ന അല്ലെങ്കിൽ ആ പേരിട്ട് അറിയപ്പെടുന്ന വ്യക്തിക്ക് കിട്ടിയാൽ തന്നെ ഭയങ്കര ദൈവാധീനമായിരിക്കും. ഇത് ദേവിയുടെ അന്ന് രാത്രിയിൽ വൈകുന്നേരം നമ്മൾ ഈ സന്തോഷം ആയ ദിവസമാണല്ലോ, അതുകൊണ്ട് അന്ന് ഞാൻ വൈകുന്നേരം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ താജിൽ കഴിക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്തുള്ള താജ് വിവാന്തയിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ദേവിക്ക് അങ്ങനെ ഒരു ആത്മജയുടെ പേര് പറഞ്ഞപ്പോൾ ഉള്ള ഒരു സുഖം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ നമ്മൾ കഴിക്കുന്നു. അവിടെ കഴിക്കാൻ വന്ന കൂട്ടത്തിൽ നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലെ ആദിത്യവർമ്മ തമ്പുരാൻ അവർ ഫാമിലി കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദേവികയ്ക്ക് അതുവരെ പരിചയമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ദേവിക പരിചയപ്പെട്ടു. അതിനുശേഷമാണ് നമ്മൾ കവടിയാർ കൊട്ടാരത്തിലൊക്കെ പോയത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിൽ അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ കൈലാസ യാത്ര കഴിഞ്ഞ് വന്ന ഒരു സമയം കണ്ടായിരുന്നു. അപ്പം പുള്ളി അന്ന് സംസാരിച്ച വാക്ക് അവിടുത്തെ ഓം പർവ്വത്തിനെ പറ്റിയാണ്. അവിടെ ശരിക്കും ആ ഓം പർവ്വത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് പറയേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ടോക്ക് വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതൊരു അത്ഭുതമാണ്. കാരണം ഇപ്പോൾ ഒരു മണിക്കൂർ മുന്നേ ഞാൻ ദേവികയോട് നമ്മളിപ്പം ബേബിക്ക് ഇടാനുള്ളൊരു പേരിൻ്റെ സജഷൻ പറഞ്ഞത് ഈ ഓം പരമാത്മ എന്നാണ്. അപ്പം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അപ്പം തന്നെ ഓം പർവ്വതം ഉണ്ടെന്നും ആ പർവ്വതത്തെ പറ്റി പുള്ളി എൻ്റെ അടുക്കൽ പറയുന്നതും ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇതെന്തോ കണക്ഷൻ ഉണ്ട്, സോ ഇത് ഫിക്സ് ചെയ്യണമെന്ന് ഉള്ളൊരു ഫീലാണ് എനിക്ക്. നേരത്തെ നമ്മുടെ മഹാദേവൻ്റെ പേരിൽ ആരും എന്നെ ഇനിയും ക്രൂശിക്കരുത്, എല്ലാം ഈശ്വര ചിന്തയിലൂടെ വരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ നമ്മുടെ എന്താണ് ചില വട്ടുകൾ എന്ന് പറയാം, നമ്മുടേതായ ചില വട്ടുകളുടെ കൂട്ടത്തിലുള്ള വട്ടുകളാണ് ഇതെല്ലാം. ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് സൗണ്ട് ശരിയാക്കിയിട്ട് ഒരു വ്ലോഗ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ പരിപാടി നിർത്തും, എന്നെക്കൊണ്ട് ഇത് പറ്റുന്നില്ല. എന്നാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഒരു കഴിഞ്ഞ 19 ദിവസത്തിൽ ഒരു 19 മണിക്കൂർ, അതായത് ദേവിക ബോധം കെട്ട് കിടന്ന ഒരു 19 മണിക്കൂറോളം എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ഒരു ഫീലിംഗ്, ഡിഫറെൻറ്റ് ഇമോഷൻസിലൂടെ ഞാൻ പോയി. പല ചിന്തകൾ, ഭയങ്കര കൈൻഡ് ഓഫ് നെഗറ്റീവ് തോട്ട്സ്, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ. ഒരു വീഡിയോ ചെയ്താലോ, ലൈക്ക് നമ്മുടെ വീഡിയോ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണില്ല. അപ്പോൾ ഞാൻ ഈ ഒറിജിനൽ ദേവിയുടെ സിറ്റുവേഷനൊക്കെ പറഞ്ഞേ ഒരു വീഡിയോ ചെയ്താൽ അപ്പം അത്രയും ആൾക്കാർ ഒരേ സമയം പ്രാർത്ഥിക്കുമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ അത് ഞാൻ ചെയ്തില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ഈ യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം ഡിലീറ്റ് ചെയ്താലോ. കാരണം പല തോട്ടുകളിലൂടെയാണ് ആ സമയം ഞാൻ പോയത്.
അപ്പൊ വിജയ് മാധവ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് വന്നിട്ടുള്ള അവരുടെ കുട്ടിക്ക് ഇടുന്ന പേരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിവാദം ഇപ്പൊ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പൊ ആ ഒരു വിവാദം എവിടെ നിന്നാണ് തുടങ്ങിയതെന്നുള്ള ആ ഒരു സംഭവമാണ് നമ്മളിപ്പോ കണ്ടത്. അതായത് ഇവര് പേരിടലിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് വന്നിട്ടുള്ള പല രീതിക്കുള്ള റിയാക്ഷൻസ് ആ ഒരു വീഡിയോനെ ബന്ധപ്പെട്ടിട്ട് വന്നിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതിനെ തുടർന്നിട്ടാണ് ഇതൊരു വിവാദമായിട്ട് മാറിയത്. പിന്നെ എനിക്ക് ഈ പേരിടലിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ പേരിടൽ എന്ന് പറഞ്ഞാൽ അത് അച്ഛനും അമ്മയുടെയും ഇഷ്ടമാണ്. അവരുടെ മകനോ മകൾക്കോ അവരെന്ത് പേരിടണോ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അതിപ്പോ നാട്ടുകാർക്ക് ആ ഒരു പേര് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് അവരുടെ ഇഷ്ടമാണ്. അതിപ്പോ വിശ്വാസപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഒരു മതത്തിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുക, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാനൊരു വിശ്വാസം ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അതായത് ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്നും പറഞ്ഞ് ബാക്കിയുള്ള കാര്യത്തിനകത്തൊക്കെ വിശ്വാസമുണ്ട്. പക്ഷെ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ ഒരാളോട് പോയി പറയൂല നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല, നിങ്ങൾ ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ ആ പേരൊന്നും നിങ്ങൾ മക്കൾക്കൊന്നും ഇടാൻ പാടില്ല, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. കാര്യം അത് അവരവരുടെ ഇഷ്ടമാണ്. അവരവരുടെ എന്ത് പേരിടണം എന്ത് പേരിടണ്ട എന്നൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനൊരു നിയമവും കൂടെ വേണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതായത് ഇപ്പൊ ഈ അച്ഛനും അമ്മയും ഇടുന്ന പേരെന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി പേരൊക്കെ ആയിരിക്കും ഭൂരിഭാഗം സമയത്തും. ഇപ്പൊ ഇവരിട്ടേക്കണ പേരാണെങ്കിലും അത് പെട്ടെന്ന് ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള പേരാണ്. അതായത് ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ തന്നെ അനുഭവിക്കുന്ന കാര്യമാണ്. എന്റെ പേര് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് അയാൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക ഈ സംഭവം എന്താണ് പേരെന്ന്. അപ്പൊ ആ ഒരു വിഷയം ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് വിളിക്കാൻ പറ്റുന്ന പേരാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ അച്ഛനും അമ്മയും ഒരു പേരിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 18 വയസ്സായി കഴിയുമ്പോൾ നമുക്ക് പ്രായപൂർത്തി ആയി കഴിയുമ്പോൾ ആ പേര് മാറ്റിയിട്ട് നമുക്ക് നമ്മുടേതായ ഇഷ്ടപ്പെട്ടൊരു പേരിടാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാറെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം അത് വരേണ്ട ഒരു സംഭവം തന്നെയാണ് കാര്യം. അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇട്ട പേര് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് എത്ര കഷ്ടപ്പാടാണ്. നമ്മൾ ഗസറ്റി കൊടുത്തു അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് ഓട്ടമാണ്. അപ്പൊ അതിന്റെ മേലെ നമുക്ക് ഇപ്പൊ 18 വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരും നമ്മുടെ പേര് മാറ്റണം. അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ പേരിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ പേര് മാറ്റി വേറൊരു പേരാക്കണം. എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നും. അത് ഇപ്പോഴും തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഭവം ഭാവിയിൽ എപ്പോഴെങ്കിലും വന്നേക്കാം. വരാനായിട്ട് സാധ്യതയില്ല എന്ന് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല, വന്നേക്കാം. അപ്പൊ ഭൂരിഭാഗം പേര് ഈ അച്ഛനമ്മയുടെ പേര് വെച്ചോണ്ടിരിക്കാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞ് ഇത് മാറ്റാനായിട്ടുള്ള ഈ ചടങ്ങ് കാരണം, അല്ലാണ്ട് അവർക്ക് ആ പേര് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്നും ആയിരിക്കില്ല. ഇപ്പൊ ആ ഒരു കേസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം പേര് ഈ പേരും വെച്ചിട്ടൊക്കെ നടക്കണം. അവനവന്റെ പേര് ഇപ്പൊ ചിലർക്ക് അവരുടെ പേരിനകത്ത് ഇഷ്ടമായിരിക്കാം, പക്ഷെ ഭൂരിഭാഗം പേരുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്തോന്ന് പേരാടേ എന്നൊക്കെ ആയിരിക്കും ഭൂരിഭാഗം പേര് ചിന്തിക്കണത്. അപ്പൊ ആ ഒരു സംഭവം ഞാൻ മിക്കവരോട് സംസാരിച്ചിരിക്കണവരൊക്കെ അതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് അവനവന്റെ പേരിനോട് അവനവനൊരു ഇഷ്ടം ഉണ്ടാവില്ല. അവനവന് വേറെ വല്ല പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവും, ആ പേരൊക്കെ അവനവന് ഇഷ്ടം. പക്ഷെ ആ പേര് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നൂലാമാലകൾ ആലോചിച്ചിട്ട് പിന്നെ അത് ഇടാനും പറ്റൂല. അപ്പൊ ഈ ഒരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ പേരിട്ടതിനകത്ത് ഇവർ ഈ കുറ്റപ്പെടുത്തുന്നതിനകത്തൊന്നും ഞാൻ യോജിക്കൂല കേട്ടോ. കാര്യം അവരുടെ ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമുള്ള പേര് അവരിടട്ടേന്ന്. അതിനിപ്പോ നമുക്ക് എന്താ പ്രശ്നം? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അവരാ പേരിടരുത്, അങ്ങനെ നിങ്ങൾ ഇങ്ങനെയാണോ പേരിടുന്നത്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പേരിടുന്നത്, അത് എന്താണ് അവരുടെ ഇഷ്ടമല്ലേ അവരെന്ത് പേരിടണമെന്ന്. അതിനകത്ത് ഇത്രയും അങ്ങനെ രോക്ഷാകുലര അവിടെ ആരും ഉണ്ടെന്നൊന്നും എനിക്ക് ആ ഒരു വിഷയത്തിന് അത് തോന്നുന്നില്ല. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാം വീഡിയോയുടെ കണ്ടിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഒരു മക്കൾക്ക് പേരിടുമ്പോ അത്യാവശ്യം നല്ല വിളിക്കാൻ പറ്റുന്ന ഒരു പേരൊക്കെ ഇടുന്നതാണ് നല്ലത്. അതും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്തണേണ്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബിസി യു.